രാജ്യത്ത് വർഗീയ കലാപങ്ങൾ രൂപപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മതേതര കേരളം നിലനിൽക്കണമെങ്കിൽ LDF സർക്കാർ അധികാരത്തിലിരിക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കോതമംഗലത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ രൂപപ്പെടുത്തി തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ഇതിനുള്ള തെളിവാണ് BJPയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങൾ പുറത്തുവിട്ട അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വയുടെ നിർമ്മിത ബുദ്ധി വീഡിയോ എന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കോതമംഗലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരമറിയാനുള്ള നമ്മുടെ അവകാശം, ആ അവകാശത്തിൽ റെസ്ട്രിക്ഷൻസ് ആണ്. ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നത് ചോദിക്കാൻ പാടില്ല എന്ന് കേന്ദ്രം പറയുന്നു. അത് പൊതുജനങ്ങളോടല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പാർലമെന്റിലുള്ള പാർലമെന്റ് അംഗങ്ങളോടാണ് പറയുന്നത്. വർഗീയത ഇളക്കിവിടുന്നതിനുള്ള ആഹ്വാനമാണ് ഇതെന്നും ഇതിനെതിരെ പ്രധാനമന്ത്രി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണിപ്പൂരിലും ഇതിന്റെ തനിയാവർത്തനമാണ് നടന്നത്. പ്രധാനമന്ത്രി പുലർത്തിയ കുറ്റകരമായ മൗനമാണ് മണിപ്പൂർ കലാപത്തിന് പ്രേരണയായി തീർന്നത്. സമാന സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ആവർത്തിക്കാൻ ഹേമന്ത് ബിശ്വയുടെ വീഡിയോ പ്രേരക ശക്തിയാകുമെന്നും മതസൗഹാർദ്ദം തകർത്ത് ഇന്ത്യയെ ചിലരുടെ മാത്രം രാജ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ജോസ് കെ മാണി ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളോ വംശീയ കലാപങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഇവിടെയാണ് മതനിരപേക്ഷത മുഖമുദ്രയാക്കിയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതേതര കേരളം നിലനിൽക്കണമെങ്കിൽ LDF സർക്കാർ അധികാരത്തിലിരിക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. രാജ്യത്ത് നിലവിലുള്ള പൗരാവകാശ നിയമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ദയാവധം നൽകുകയാണെന്നും സാർവത്രിക സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആദിവാസി ജനവിഭാഗങ്ങൾക്കുള്ള അവകാശം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിൽ വെള്ളം ചേർക്കാനോ ഇല്ലാതാക്കാനോ ആണ് BJP സർക്കാർ പരിശ്രമിക്കുന്നതെന്നും ജോസ് കെ മാണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.